എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. ആബാപിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനം 18-ാം അധ്യായം 1 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും. എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുനിന്നും രക്ഷിക്കും. മരണപാശം എന്നെ ചുറ്റി, വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി, മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു. ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കേരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. കന്മഴയും തീക്കനലും പൊഴിഞ്ഞു. അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണർകൊണ്ട് അവരെ പായിച്ചു. കർത്താവെ, അങ്ങയുടെ ശാസനയാൽ, അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തപ്രവാഹങ്ങൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു. എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു.
അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് പിച്ചളവില്ല് കുലയ്ക്കാൻ കഴിയും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി. എൻ്റെ കാലുകൾ വഴുതിയില്ല. എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. എഴുന്നേൽക്കാൻ ആവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവരെൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറുക്കി. എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനമാക്കി. എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു. എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു. രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു. അവിടുന്ന് ഉത്തരമരുളിയില്ല. കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് അങ്ങെന്നെ രക്ഷിച്ചു. അങ്ങെന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു. എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവരെന്നെ അനുസരിച്ചു. അന്യ ജനതകൾ എന്നോട് കേണിരന്നു. അന്യ ജനതകൾക്ക് ധൈര്യമറ്റു. കോട്ടകളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു. ജനതകളെ എനിക്ക് അധീനമാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. വൈരികൾക്ക് മേൽ എന്നെ ഉയർത്തി. അക്രമകളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവെ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും. അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. ദാവീദിൻ്റെ നന്ദി പ്രകാശനമാണ് സങ്കീർത്തനം 18-ാം അധ്യായം. ദൈവത്തിൻ്റെ ശക്തി, കാരുണ്യം, വിടുതൽ എന്നിവയെ പ്രകടമാക്കുന്ന ഒരു ഭാഗവുമാണ് ഈ അധ്യായം. ശത്രുക്കളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും അവരുടെ മേലുള്ള വിജയത്തിനും ദാവീദ് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും ഇത് വളരെ പ്രസക്തി അർഹിക്കുന്നു. ദൈവം നമ്മുടെ ശക്തിയും അഭയസ്ഥാനവുമാണ്. ദാവീദ് ദൈവത്തോട് തനിക്കുള്ള ആഴമായ സ്നേഹവും ആശ്രയവും വെളിപ്പെടുത്തുന്നു. ദൈവത്തെ എൻ്റെ പാറയും കോട്ടയും, എന്നെ രക്ഷിക്കുന്നവനും എൻ്റെ പരിചയും, എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ സങ്കേതവും എന്ന് ദാവീദ് വിളിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ദൈവം നമ്മുടെ ആത്യന്തിക ശക്തിയും സംരക്ഷണവുമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഈ സങ്കീർത്തന ഭാഗത്തൂടെ ലഭിക്കുന്നത്. പ്രയാസമുള്ള സമയങ്ങളിൽ, ദുരിതങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദാവീദ് മലകളിൽ അഭയം കണ്ടെത്തിയതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ആഴമായ സ്നേഹം അവിടുത്തെ പക്കൽ കണ്ടെത്താൻ ഈ ബൈബിൾ ഭാഗം നമ്മെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെയാണ് നാം ദൈവത്തിൽ പരിശുദ്ധാത്മാവിലൂടെ പുതുശക്തി കണ്ടെത്തുന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ക്രിസ്തുവിൽ ആശ്രയിക്കുവാനും അവിടുത്തെ പക്കിൽ അഭയം കണ്ടെത്തുവാനും പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിടുതലും വിജയവും നാം നിരന്തരം അനുഭവിക്കണമെങ്കിൽ പൂർണ്ണ സമർപ്പണത്തിൽ നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. ദാവീദിനെ അവൻ്റെ ശത്രുക്കളിൽ നിന്ന് ദൈവം എങ്ങനെ വളരെ നാടകീയമായി രക്ഷിച്ചു എന്ന് ഈ സങ്കീർത്തന ഭാഗം വിവരിക്കുന്നു. ഭൂകമ്പങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ശക്തമായ ചിത്രീകരണങ്ങളിലൂടെയാണ് ഈ ഉപമ നമുക്ക് മുന്നിൽ ദാവീദ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലായ്പ്പോഴും സജീവമായി ഇടപെടുന്നതിനെയും അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനെയും ഇത് ഓർമ്മപ്പെടുത്തട്ടെ. ശത്രുക്കളെ ജയിക്കുവാനും പ്രതിബന്ധങ്ങളെ മറികടക്കുവാനും ദൈവം നമുക്ക് അതാത് അവസരങ്ങളിൽ ശക്തി തരുന്നു. അതേ പരിശുദ്ധാത്മാവിലൂടെ. പുതിയ നിയമത്തിൽ പാപം, മരണം, പിശാച് തുടങ്ങിയ ആത്മീയ ശത്രുക്കളിൽ നിന്ന് യേശുക്രിസ്തു തൻ്റെ കുരിശുമരണം വഴി നമ്മെ വിടുവിച്ചു. കുരിശിലെ മരണം അതിനാൽ തന്നെ ഈ വിടുതലിൻ്റെ ആത്യന്തിക ഉദാഹരണമാണ്. നീതിയിൽ നാം നിരന്തരം വ്യാപരിക്കുമ്പോൾ തക്കതായ പ്രതിഫലവും ദൈവം നമുക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ദാവീദ് ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചും നീതിയോടെ ജീവിച്ചതുകൊണ്ട് ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. ഇന്ന് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീതിയോടുകൂടെ ജീവിക്കാൻ നാം ശ്രമിക്കണം. കാരണം അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനും നല്ല മനസാക്ഷി സൂക്ഷിപ്പുകാർ ആകുന്നതിനും നിരന്തരം പരിശ്രമം ആവശ്യമാണ്. ക്രൂശിലേക്കുള്ള യാത്ര കല്ലും മുള്ളുകളും മാത്രം നിറഞ്ഞതാണ് എന്ന് ഓർക്കുക.
യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ആത്യന്തികമായ നീതി ലഭിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ശ്രമങ്ങൾക്കപ്പുറം ക്രിസ്തുവിൻ്റെ നീതിക്കനുസരിച്ചാണ് ദൈവം നമുക്ക് കറക്റ്റായിട്ടുള്ള റിവാർഡ്, പ്രതിഫലം തരുന്നത്. നമ്മുടെ ദൈവം എന്നും വിശ്വസ്തതയുടെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത ഉറവിടമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയും കാരുണ്യവും സങ്കീർത്തനം 18 ഉറപ്പിച്ച് പറയുന്നുണ്ട്. വിശ്വസ്തരോട് ദൈവം വിശ്വസ്തനാണെന്നും കളങ്കമില്ലാത്തവരോട് കളങ്കമില്ലാത്തവനാണെന്നും, എന്നാൽ വഞ്ചകരെ കമ്പിളിപ്പിക്കുമെന്നും സങ്കീർത്തനം പറയുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിലും കൃപയിലുമുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിത്യമായ ജീവിതത്തിൽ തിരിച്ചറിയണം. പുതിയ നിയമ ഇസ്രായേൽ ജനമായ നമുക്ക് ക്രിസ്തുവിലൂടെ, കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ ഈ കൃപ എളുപ്പത്തിൽ ലഭ്യമാണ്. അങ്ങയുടെ സൗമ്യത എന്നെ വലിയവനാക്കി എന്ന സങ്കീർത്തനം 18 അധ്യായം 35 വാക്യം ദൈവത്തിൻ്റെ ക്ഷമയുടെയും സ്നേഹനിർഭരമായ മാർഗനിർദ്ദേശത്തിൻ്റെയും മനോഹാരിതയെ ചൂണ്ടിക്കാണിക്കുന്നു. വിടുതലിൻ്റെയും വിജയത്തിൻ്റെയും ജീവിത അവസ്ഥകൾ, അതിൻ്റെ ആത്യന്തിക പൂർത്തീകരണം പുതിയ നിയമ ജനതയായ നാം കണ്ടെത്തുന്നത് യേശുവിലാണ്. തൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും യേശു പാപത്തെയും മരണത്തെയും കീഴടക്കി. ക്രിസ്തുവിലൂടെ എല്ലാ തരത്തിലുള്ള ശത്രുക്കളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുകയും നിത്യജീവൻ്റെയും മഹത്വത്തിൻ്റെയും വാഗ്ദാനം നമുക്ക് സംജാതമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ സങ്കീർത്തനം 18 ദൈവത്തോടുള്ള സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ശക്തമായ ഒരു ഗാനാലാപനമാണ്. അവിടുത്തെ സ്നേഹം, സംരക്ഷണം, വിടുതൽ എന്നിവയെ ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്യന്തികമായ രക്ഷയാണ്. ദൈവവുമായി ആഴമേറിയ ബന്ധം സ്ഥാപിക്കുവാനും അവിടുത്തെ ശക്തിയിലും കാരുണ്യത്തിലും എപ്പോഴും വിശ്വസിക്കുവാനും ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിതം നയിക്കുവാനും ഈ സങ്കീർത്തന ഭാഗം നമ്മെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിലൂടെ ജയം നമുക്ക് സുനിശ്ചിതം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.